വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം കരിങ്കൊടി കാണിക്കുകയാണ് മന്ത്രി കടന്നുപോകുന്ന വാഹനത്തിന് മുൻപിലേക്ക് കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനുശേഷം അദ്ദേഹം മടങ്ങുമ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പി. പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാട്ടിയിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ, ഭരണഘടനാ പദവിയെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പരിപാടിക്ക് പോയേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ എഴുതണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മോഡൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പൈസ മേടിക്കുകയാണ്. എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടൂടാ? അവർ പറയുന്ന ന്യായം PM എന്നുള്ള അതിലുണ്ടെന്നുള്ള. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLA-മാരും MP-മാരൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പ് പണിയാണെങ്കിൽ സ്വന്തം പേര് വയ്ക്കും. ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് PM എന്ന് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് ഏത് PM ആയാലും അത് വർക്ക് ചെയ്യും. എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്? ആ സമയത്ത് രാഷ്ട്രീയം കാണിച്ചുകൊണ്ട്, ആ പദ്ധതി അവഗണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ട, ഈ പൊതുവിദ്യാഭ്യാസം നശിച്ചു പോയിക്കോട്ടെ എന്ന പ്രവണതയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കേരളത്തിലെ ABP വഴി തടയും. ഉറപ്പായിട്ടും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നവരെ ഞങ്ങൾ വഴി തടയും. നമുക്കറിയാം, തമിഴ്നാട്, കേരളം ഈ സർക്കാരാണ് ഇത് ഒപ്പുവെക്കിയത്. ബാക്കി എത്ര സർക്കാരുണ്ട്? എല്ലാവരും BJP ഭരിക്കുന്ന സർക്കാരാണോ? അല്ല, BJP ഗവൺമെന്റ് ഇല്ലാത്ത സർക്കാർ ഇതിനകത്ത് ഒപ്പുവെച്ചു. കാരണം അവർക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നുണ്ട്. കാശ്മീർ ഇതിൽ ഒപ്പുവെച്ചു, അവർക്ക് അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഈ സർക്കാർ രാഷ്ട്രീയം മാത്രം കാണിച്ചുകൊണ്ട്, CPI പറഞ്ഞുകൊണ്ട് ഇയാൾ തീരുമാനിച്ചാണ് ഇതിനകത്ത് ഒപ്പുവെക്കാൻ. CPI പറഞ്ഞുകൊണ്ട് പിന്മാറുക. എന്താ ഇവിടുത്തെ വിദ്യാർത്ഥികൾ CPI പറയുന്നതനുസരിച്ചാണോ ജീവിക്കേണ്ടത്? അവർ CPI പറയുന്നതനുസരിച്ചാണോ പഠിക്കേണ്ടത്? ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അവർക്ക് യൂണിഫോം വാങ്ങാൻ ഫണ്ട് ഉണ്ടാവണം, അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടണം. ഈ കേരളത്തിലെ മോഡൽ സ്കൂളുകൾ ഉണ്ടാവണം. എത്ര മോഡൽ സ്കൂൾ ഉണ്ടാവും? അതെന്താ മോഡൽ സ്കൂൾ നമുക്ക് വേണ്ടേ? ഇത് തീർത്തും വിദ്യാർത്ഥികളോടുള്ള അവഗണനയാണ്. ആ സമയത്ത് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനും അതിനെ ഉയർത്താനും നോക്കാതെ ഈ ശിവൻകുട്ടി കേരളത്തിലെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണറെ അപമാനിക്കുക, ദേശീയ ഗാനം ചൊല്ലാതെ പോവുക, വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട ആള്.